മോർണിംഗ് സ്റ്റുഡൻസ്. നമ്മൾ ഇത് പഠിക്കാൻ പോകുന്ന ഇക്വേഷൻസ് ഓഫ് മോഷൻ ഇൻ പ്ലെയിൻ മോഷനിലാണ്. അപ്പൊ നമ്മൾ 1 ഡയമെൻഷണൽ മോഷനിൽ 3 ഇക്വേഷൻസ് ഓഫ് മോഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതൊക്കെയാണ് v is equal to v0 plus at, x minus x0 is equal to v0 t plus half at square, then v square is equal to v0 square plus 2a x minus x0 നമ്മൾ പഠിച്ചു. ഇനി ഇത് 2 ഡയമെൻഷനിൽ വരുമ്പോൾ ഇതിന് എല്ലാത്തിനും എക്സ് കമ്പോണന്റും ഉണ്ട്, വൈ കമ്പോണന്റും ഉണ്ട്. അപ്പൊ നമുക്ക് അതനുസരിച്ച് ഇക്വേഷൻസ് ഓഫ് മോഷൻ, ഫസ്റ്റ് ഇക്വേഷൻസ് ഓഫ് മോഷനെ നമുക്ക് രണ്ടാക്കി എഴുതാം. എക്സ് കമ്പോണന്റ് ടൈമിലും എഴുതാം, വൈ കമ്പോണന്റിന്റെ ടൈമിലും എഴുതാം. അപ്പൊ വെലോസിറ്റിയുടെ എക്സ് കമ്പോണന്റ് എഴുതുവാണെങ്കിൽ വി എക്സ് ഇസ് ഈക്വൽ ടു, അതുപോലെ വി സീറോയുടെ എക്സ് കമ്പോണന്റ് വി സീറോ എക്സ് പ്ലസ് ആക്സലേഷന്റെ എക്സ് കമ്പോണന്റ് എ എക്സ് പ്ലസ് എ എക്സ് ഇൻറ്റു ടി. അതുപോലെ ഇതിന്റെ വൈ കമ്പോണന്റ് എഴുതുവാണെങ്കിൽ വി വൈ ഇസ് ഈക്വൽ ടു വി സീറോ വൈ പ്ലസ് എ ബൈ ടി. ഓക്കെ, ഫസ്റ്റ് ഇക്വേഷന്റെ കമ്പോണന്റ് ഫോമായി എക്സിലും വൈയിലുമുള്ള ടേമായി ഇക്വേഷനായി ഫസ്റ്റ് ഇക്വേഷന്റെ. അതുപോലെ സെക്കൻഡ് ഇക്വേഷൻ എക്സ് മൈനസ് എക്സ് സീറോ ഇസ് ഈക്വൽ ടു വി സീറോ എന്നുള്ളത് എക്സിന്റെ ടേമിൽ വരുമ്പോൾ വി സീറോ എക്സ് ഇൻറ്റു ടി പ്ലസ് ഹാഫ് ഇൻറ്റു എ എക്സ് ടി സ്ക്വയർ. അതുപോലെ വൈയുടെ ടേമില് വൈ മൈനസ് വൈ സീറോ ഈസ് ഈക്വൽ ടു വി സീറോ വൈ ഇൻറ്റു ടി പ്ലസ് ഹാഫ് എ ബൈ ടി സ്ക്വയർ എന്ന് എഴുതാം. അപ്പം രണ്ടാമത്തെ ഇക്വേഷന്റെ എക്സിലും വൈയിലുമുള്ള ഇക്വേഷൻസ് ആയി. മൂന്നാമത്തെ ഇക്വേഷൻ എഴുതുവാണെങ്കിൽ വി എക്സ് സ്ക്വയർ ഈസ് ഈക്വൽ ടു വി സീറോ എക്സ്, വി സീറോയുടെ എക്സ് കമ്പോണന്റ് വി സീറോ എക്സ് സ്ക്വയർ പ്ലസ് 2a എക്സ് എക്സ് മൈനസ് എക്സ് സീറോ എന്ന് കിട്ടും. അതുപോലെ തന്നെ വി വൈ സ്ക്വയർ ഇസ് ഈക്വൽ ടു വി സീറോ വൈ സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു എ ബൈ വൈ മൈനസ് വൈ സീറോ എന്ന് കിട്ടും. എ ബൈ വൈ മൈനസ് വൈ സീറോ. അപ്പൊ ഇതാണ് പ്ലെയിൻ മോഷനിലെ ഇക്വേഷൻസ് ഓഫ് മോഷൻ. നമ്മളപ്പം ആവശ്യമായ സാഹചര്യം അനുസരിച്ച് എക്സ് കമ്പോണന്റ് വേണ്ടിയെടുത്ത് എക്സിന്റെ കമ്പോണന്റ് യൂസ് ചെയ്യും, വൈ കമ്പോണന്റ് വേണ്ടിയെടുത്ത് വൈ കമ്പോണന്റ് ഇക്വേഷന് യൂസ് ചെയ്യും. അപ്പൊ ഇക്വേഷൻസ് ഓഫ് മോഷൻ ഇൻ 2 ഡയമെൻഷൻ. ഓക്കെ, ഇതാണ്. ഇനി നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് ഒരു പ്ലെയിൻ മോഷന്റെ എക്സാമ്പിൾ ആണ്, പ്രൊജക്റ്റൈൽ മോഷൻ. എക്സാമ്പിൾ ഓഫ് പ്ലെയിൻ മോഷൻ. 2 എക്സാമ്പിൾസ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്, യൂണിഫോം സർക്കുലർ മോഷനും പ്രൊജക്റ്റൈൽ മോഷൻ. അപ്പൊ ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്ന പ്രൊജക്റ്റൈൽ മോഷൻ ആണ്. പ്രൊജക്റ്റൈൽ മോഷൻ ഒരു ബോഡി പ്രൊജക്ട് ചെയ്തതിന് ശേഷം അതിനകത്ത് ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റി മാത്രമാണ് അഫക്ട് ചെയ്യുന്നതെങ്കിൽ അത്തരം മോഷനെയാണ് നമ്മൾ പ്രൊജക്റ്റൈൽ മോഷൻ എന്ന് പറയുന്നത്. നമ്മളൊരു ബോൾ എറിയുന്നു, അല്ലെങ്കിൽ ഒരു ഗൺ വെച്ച് ഷൂട്ട് ചെയ്യുന്നു, ഇതൊക്കെ നമുക്ക് പ്രൊജക്റ്റൈൽ മോഷന്റെ എക്സാമ്പിൾ ആണ്. അപ്പൊ അത് നമ്മൾ ഒരു ഇനിഷ്യൽ വെലോസിറ്റി അപ്ലൈ ചെയ്തതിന് ശേഷം പിന്നെ അതിനകത്ത് വരുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റി ആണെങ്കിൽ നമ്മൾ അത്തരം മോഷനെയാണ് നമ്മൾ പ്രൊജക്റ്റൈൽ മോഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഈ പ്രൊജക്റ്റൈൽ മോഷനിലുള്ള ആക്സലേഷൻ എന്ന് പറയുന്നത് ആക്സലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയാണ്. നമുക്കറിയാം പ്ലെയിൻ മോഷന്റെ എക്സാമ്പിൾ ആണ് പ്രൊജക്റ്റൈൽ മോഷൻ. അപ്പം പ്ലെയിൻ മോഷന് 2 കമ്പോണന്റ്സ് ഉണ്ട്. അപ്പൊ പ്രൊജക്റ്റൈൽ മോഷനും അതുപോലെ 2 കമ്പോണന്റിലുള്ള മോഷന്റെ കമ്പൈൻ എഫക്റ്റ് ആണ് പ്രൊജക്റ്റൈൽ മോഷൻ എന്ന് പറയുന്നത്. അതിൽ ഒരു കമ്പോണന്റ് എന്ന് പറയുന്നത് ഹൊറിസോണ്ടൽ ഡയറക്ഷനിൽ വിത്തൗട്ട് ആക്സലറേഷൻ എന്ന് പറഞ്ഞാൽ വിത്തൗട്ട് ആക്സലറേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് കോൺസ്റ്റന്റ് വെലോസിറ്റി ആയിരിക്കും. അതിന്റെ ഹൊറിസോണ്ടൽ കമ്പോണന്റ് നമ്മൾ എടുത്താൽ ആ മോഷന്റെ വെലോസിറ്റി ഹൊറിസോണ്ടൽ കമ്പോണന്റ് ഓഫ് വെലോസിറ്റി കോൺസ്റ്റന്റ് ആയിരിക്കും, അല്ലെങ്കിൽ വിത്തൗട്ട് ആക്സലറേഷൻ ആയിരിക്കും ഹൊറിസോണ്ടൽ ഡയറക്ഷനിൽ. ഒരു കമ്പോണന്റ് വിത്ത് ഹൊറിസോണ്ടൽ ഡയറക്ഷൻ വിത്തൗട്ട് ആക്സലറേഷൻ ആൻഡ് അതർ കമ്പോണന്റ് വെർട്ടിക്കൽ ഡയറക്ഷൻ വിത്ത് ആക്സലറേഷൻ. വെർട്ടിക്കൽ ഡയറക്ഷനിലുള്ള ആക്സലറേഷൻ എന്ന് പറയുന്നത് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയാണ്. അപ്പൊ ഒരു ഓബ്ജക്റ്റ് പ്രൊജക്ട് ചെയ്തതിനു ശേഷം ത്രോൺ ചെയ്തതിനു ശേഷം അത് ആ ഫ്ലൈറ്റിൽ വരുന്ന ആ ഇതിനാണ്, അതിലുള്ള ആ മൂവ്മെന്റ്സിന് ആണ് നമ്മൾ എന്തെന്ന് പറയുന്നത് പ്രൊജക്റ്റൈൽ മോഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഒരു പ്രൊജക്റ്റൈൽ മോഷന്റെ പാത്ത് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ്, പ്രൊജക്റ്റൈൽ മോഷൻ. ഓക്കെ, അപ്പൊ മാക്സിമം ഹൈറ്റ് ആണിത്, അതിനുശേഷം അത് വീണ്ടും താഴേക്ക് വരുന്നു. അപ്പൊ ഇവിടെ നമ്മൾ ഇനിഷ്യൽ വെലോസിറ്റിയെ നമ്മൾ v0 കൊണ്ട് റെപ്രസെന്റ് ചെയ്യുന്നു. v0 അത് എക്സ് ഡയറക്ഷൻ ആണ്, ഇത് വൈ ആണ്, വൈ ആക്സിസ് ആണ്, ഇത് അതിന്റെ ഒറിജിൻ ആണ്. ഓക്കെ, അപ്പൊ ഇവിടുത്തെ കോർഡിനേറ്റ് എന്ന് പറയുന്നത് x0 y0 ആയിരിക്കും. അപ്പൊ എക്സ് ഡയറക്ഷനുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ ആണ് θ0. അപ്പൊ ഇവിടെ നമുക്ക് നോക്കുവാണെങ്കിൽ v0ക്ക് 2 കമ്പോണന്റ്സ് വരും. along x direction v0x, y direction v0y. അപ്പൊ നമുക്ക് ഫിഗറിൽ നോക്കിയാൽ അറിയാം v cos
കോസ് തീറ്റ 0 എടുക്കുകയാണെങ്കിൽ കോസ് തീറ്റ 0 ഈസ് ഈക്വൽ ടു ഇതിനകത്ത് V0x റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ നമുക്ക് കാണാൻ പറ്റും V0x ബൈ V0. Therefore V0x is equal to V0 cos theta 0 എന്ന് കിട്ടും. അതുപോലെ sin theta 0 എടുക്കുകയാണെങ്കിൽ sin theta 0 is equal to V0y by V0. Therefore V0y is equal to V0 sin theta 0 എന്ന് കിട്ടും. അപ്പൊ നമ്മള് V0യുടെ രണ്ട് കമ്പോണന്റ് കണ്ടു, V0x V0y. ഓക്കെ, ഇനി നമ്മൾ ഈ മോഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് x0 ഇനിഷ്യൽ പൊസിഷൻ എന്ന് പറയുന്ന ഒറിജിൻ ആണ്. ഇവിടെ x0 is equal to നമ്മൾ 0 എന്ന് എടുക്കുന്നു, y0 is equal to 0 എന്ന് എടുക്കുന്നു. ഇനി ഇത് മൂവ് ചെയ്യുന്ന ഓരോ പൊസിഷനും ഇതിന് വെലോസിറ്റി ഉണ്ട്. അപ്പൊ ഇവിടുത്തെ വെലോസിറ്റി ആണെങ്കിൽ ഇവിടുത്തെ നമ്മൾ എന്ത് ചെയ്യും, ഇവിടുത്തെ നമ്മള് ടാൻജന്റ് വരയ്ക്കും. അപ്പോൾ വെലോസിറ്റി ഡയറക്ഷൻ കിട്ടും. ഏത് പോയിന്റ് നമ്മൾ വരച്ചാലും എടുത്താലും അതിന് അവിടെ രണ്ട് കമ്പോണൻസ് കിട്ടും. ഇത് Vx-ഉം ഇത് Vy. ഇവിടെ എടുക്കുകയാണെങ്കിൽ ഇവിടെ അതുപോലെ Vx-ഉം Vy-യും കിട്ടും. ഓക്കെ, അറ്റ് ടോപ്പ് പൊസിഷനില് Vy ഇസ് ഈക്വൽ ടു 0 ആയിരിക്കും. Vx-ന്റെ ഡയറക്ഷൻ ടോപ്പിൽ നമ്മൾ എടുക്കുക, നമ്മൾ ഏറ്റവും ടോപ്പിൽ നമ്മൾ ടാൻജന്റ് വരച്ചാൽ ടാൻജന്റ് ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയായിരിക്കും, ഇങ്ങോട്ട് വരും. ഇവിടെ Vx മാത്രമേ ഉണ്ടാവുള്ളൂ, Vy എന്ന് പറയുന്നത് 0 ആയിരിക്കും. ഇപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ Vyയുടെ വാല്യൂ Vyയുടെ വാല്യൂ കുറഞ്ഞു ഇവിടെ വരെ വരുന്നു. ഓക്കെ, ഇവിടെ വരുമ്പോൾ Vyയുടെ വാല്യൂ 0 ആകുന്നു. അതുപോലെ തന്നെ റിവേഴ്സ് ഡയറക്ഷനിൽ വീണ്ടും കൂടി ഇവിടെ വരും, മാക്സിമം വാല്യൂ എത്തും. ഓക്കെ, അപ്പൊ x0 is equal to 0, y0 is equal to 0 നമ്മൾ എടുക്കുന്നു. ഇനി വെലോസിറ്റിയുടെ കമ്പോണൻസ്, അപ്പൊ അതിൽ നമ്മൾ പഠിച്ച ഇക്വേഷൻസ് ഓഫ് മോഷൻ ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. വെലോസിറ്റിയുടെ രണ്ട് കമ്പോണന്റ് v is equal to v0 plus at ഈ ഇക്വേഷൻ ആണ്. അതിന്റെ കമ്പോണൻസ് നമ്മൾ കണ്ടു. vx is equal to v0x plus axt അല്ലെ. അപ്പൊ ഇവിടെ നമുക്ക് എഴുതാം vx is equal to വെലോസിറ്റിയുടെ കമ്പോണൻസ് is equal to v0x plus axt എന്ന് എഴുതാം. ഇവിടെ നമുക്കറിയാം നമ്മൾ ആക്സലേഷന്റെ കേസ് എടുത്താല് നമ്മൾ പറഞ്ഞു ഹൊറിസോണ്ടൽ ഡയറക്ഷനിൽ, അതായത് ax is equal to 0 ആണ്, ay is equal to -g ആണ്. -g ഡയറക്ഷനിലാണ് ay വരിക, ax വിത്തൗട്ട് ആക്സലറേഷൻ ആണ്. ഹൊറിസോണ്ടൽ ഡയറക്ഷനിൽ പറഞ്ഞാൽ കോൺസ്റ്റന്റ് വെലോസിറ്റി ആണ്. വെർട്ടിക്കൽ ഡയറക്ഷനിൽ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണ്. അപ്പൊ ay is equal to -g കിട്ടും. ഇവിടെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുവാണെങ്കിൽ vx is equal to v0x നേരത്തെ കണ്ടുവച്ചിട്ടുണ്ട്, v0 cos theta 0 പ്ലസ് ax എന്ന് പറയുന്നത് 0 ആയിപ്പോയി. അപ്പൊ നമുക്ക് vx is equal to v0 cos theta 0 എന്ന് കിട്ടും. അതുപോലെ vy is equal to v0 sin theta 0 പ്ലസ് v0 y പ്ലസ് a by t ആണ് നമുക്ക് കിട്ടുന്നത്. v0 y പ്ലസ് a by t ആണ്. v0 y എന്നുള്ളത് നമുക്കറിയാം v0 sin theta 0 ആണ്, പ്ലസ് a by എന്നുള്ളത് -g ആണ്, -g into t വരും. ഓക്കെ, അപ്പൊ നമുക്ക് vx-ന്റെ ഇക്വേഷനും കിട്ടി, vyയുടെ ഇക്വേഷനും കിട്ടി. അപ്പൊ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇക്വേഷൻ നമുക്ക് കിട്ടുന്നതാണ് vx-ന്റെ ഇക്വേഷൻ കിട്ടി, vyയുടെ ഇക്വേഷൻ കിട്ടി. ഇനി അതുപോലെ തന്നെ നമുക്ക് x-ന്റെ y-യുടെ ഇക്വേഷൻ എടുക്കാം. x-ന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് x0 എന്നുള്ളത് 0 ആണ് അല്ലെ. x is equal to x minus x0 is equal to ജനറൽ ഇക്വേഷൻ എഴുതാം v0 xt plus half axt square ആണ്. അപ്പൊ ഇതിനെ മാറ്റി എഴുതിയാല് x is equal to v0x എന്നുള്ളത് v0 cos theta 0 ആണ് into t പ്ലസ് ഹാഫ് ax എന്നുള്ള 0 ആയിരിക്കും. അതുപോലെ y is equal to v0 sin theta 0 into t മൈനസ് വരും അല്ലെ, മൈനസ് ഹാഫ് a y ആണ് വരുന്നത്. അപ്പൊ എന്ത് വരും, gt സ്ക്വയർ വരും, gt സ്ക്വയർ. അപ്പൊ നമുക്ക് ആവശ്യമുള്ള ഇക്വേഷൻസ് ആണ് x y-യുടെ ഇക്വേഷൻ ആവശ്യമുണ്ട്, അതുപോലെ vx vyയുടെ ഇക്വേഷൻ നമുക്ക് ആവശ്യമുണ്ട്. അപ്പൊ നമുക്ക് കിട്ടുന്ന ഒന്നുകൂടി പറയാം. ഇവിടെ നമ്മൾ v0 ആണ് ഇനിഷ്യൽ വെലോസിറ്റി, അത് x ആക്സിസുമായിട്ട് പ്രൊജക്ട് ചെയ്യുന്ന ആംഗിൾ ആണ് θ0 എന്ന് പറയുന്നത്. അപ്പൊ അതിനകത്ത് ഫിഗറിൽ നമ്മൾ cos θ0 is equal to v0x by v0 എന്ന് കൊടുത്തു. അതിനകത്ത് v0x is equal to v0 cos θ0 എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ sin θ0 എടുത്തു, ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. അപ്പൊ v0y by v0. ഓക്കെ, v0y is equal to v0 sin θ0
ദെൻ ഇനിഷ്യൽ പൊസിഷൻ നമ്മൾ x0 0 എന്ന് എടുത്തു, y0 0 എന്ന് എടുത്തു. ഇനി അതുപോലെ നമ്മൾ പറഞ്ഞു ആക്സലറേഷൻ എക്സ് കമ്പോണന്റിൽ അല്ലെങ്കിൽ എക്സ് ഡയറക്ഷനിൽ അല്ലെങ്കിൽ ഹൊറിസോണ്ടൽ ഡയറക്ഷനിലെ ആക്സലറേഷൻ 0 ആണ്, വിത്തൗട്ട് ആക്സലറേഷൻ ആണ്. വെർട്ടിക്കൽ ഡയറക്ഷനിൽ ആക്സലറേഷൻ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി, ഡൗൺവേർഡ് ഡയറക്ഷൻ ആയതുകൊണ്ട് നമ്മൾ -g എടുത്തു. ഇത് വെച്ച് നമ്മൾ നേരത്തെ പഠിച്ച ഇക്വേഷൻസ് ഓഫ് മോഷൻ വെച്ച് ഈ ഓരോ കേസിലെയും പൊസിഷനും അതിന്റെ വെലോസിറ്റിയുടെ ഇക്വേഷൻ നമ്മൾ കാണുവാണ്. അപ്പൊ ഏത് പൊസിഷൻ എടുത്താലും നമുക്കറിയാം അതിന് എക്സ് കമ്പോണന്റും വൈ കമ്പോണന്റും ഉണ്ട് ഇവിടുത്തെ മോഷനില്. അപ്പൊ അങ്ങനെ എക്സ് കമ്പോണന്റ് നമ്മൾ കിട്ടാനായിട്ട് x - x0 = v0xt + ½ നേരത്തെ നമ്മൾ പഠിച്ച ഇക്വേഷൻസ് ഓഫ് മോഷനിലെ എക്സിന്റെ ഇക്വേഷൻ, അതുപോലെ തന്നെ വൈയുടെ ഇക്വേഷൻ അത് നമുക്ക് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് x = v0 cos θ0 × t യും y = v0 sin θ0 t -12gt². മൈനസ് വന്ന് നമുക്കറിയാം ay ആണ് ഇവിടെ കൊടുക്കേണ്ടത്. y വരുമ്പോൾ ay = -g ആണ്. ഓക്കെ, ax എന്ന് പറയുന്നത് 0 ആണ്, അതുകൊണ്ട് ഇവിടെ 0 ആയിപ്പോയി. ഇനി ഇവിടെ നമുക്ക് vx vy കമ്പോണന്റ്, vx ന്റെ കമ്പോണന്റ് നമുക്കറിയാം v0 cos θ0 ആണ്, vy എന്ന് പറയുന്നത് v0 sin θ0 ആണ്, sin θ0 പ്ലസ് at. ഓക്കെ, അപ്പൊ അവിടെ ആദ്യത്തെ കേസിൽ ax ന്റെ വാല്യൂ 0 ആണ്, രണ്ടാമത്തെ കേസിൽ വൈയുടെ കേസിൽ ay = -gt ആണ്, -g വരും. അതുകൊണ്ടാണ് നമുക്ക് ഇക്വേഷൻ കിട്ടുന്നത്. അതായത് ഈ 4 ഇക്വേഷൻസും നമ്മൾ ഇക്വേഷൻസ് ഓഫ് മോഷനിലെ കമ്പോണന്റ്സ് ഫോം യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് കിട്ടിയ ഇക്വേഷൻസ് ആണ് ഇത്. ഓക്കെ, ഇനി ഏറ്റവും ഹൈസ്റ്റ് പൊസിഷനിൽ ഓർത്തിരിക്കാം വിവൈയുടെ വാല്യൂ 0 ആണ്. നമുക്ക് ഇവിടെ വരച്ചാൽ ടാൻജന്റ് വരച്ചാൽ നമുക്ക് ഈ ഒരു ഡയറക്ഷൻ മാത്രമേ കിട്ടുള്ളൂ ടാൻജന്റ്. ദാറ്റ് മീൻസ് ഈ ഡയറക്ഷനുള്ള എന്താണ് എക്സ് കമ്പോണന്റ് ആണ് വരുന്നത്. വൈ കമ്പോണന്റ് എന്തായി പോകും, വെലോസിറ്റിയുടെ ഏറ്റവും ടോപ്പ് പൊസിഷനിൽ vy = 0 വരുന്നു. ഓക്കെ, അടുത്തായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്ന പാത്ത് ഓഫ് ദ പ്രൊജക്ടൈലാണ്. ഈ പാത്ത് എന്ത് ഷേപ്പാണ് അതാണ് നമ്മൾ കണ്ടുപിടിക്കാനായിട്ട് പോകുന്നത്. അപ്പൊ നേരെ നമ്മൾ പഠിച്ച 4 ഇക്വേഷൻസ് ഓഫ് മോഷൻ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ പ്രൊജക്ടൈൽ മോഷൻ അപ്ലൈ ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയ ഇക്വേഷൻസ് ആണ് ഇത്. 4 ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ നമ്മൾ പാത്ത് ഓഫ് ദ പ്രൊജക്ടൈൽ കണ്ടുപിടിക്കാൻ പോവാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ പാത്ത് ഓഫ് ദ പ്രൊജക്ടൈൽ, ഓക്കെ, അപ്പൊ ആദ്യം നമ്മൾ x v0 cos θ0 t ഇക്വേഷൻ എടുക്കുന്നു. Therefore t = x/v0 cos θ0 എന്ന് നമുക്ക് കിട്ടി. ഇനി നമ്മൾ വൈയുടെ ഇക്വേഷനകത്ത് y ഇവിടെ ഉണ്ട് ഇക്വേഷൻ അല്ലെ, ഈ വൈയുടെ ഇക്വേഷനകത്ത് നമ്മൾ ഈ t സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു വൈയുടെ ഇക്വേഷനകത്ത്. Therefore y = v0 sin θ0 into t പകരം നമ്മൾ x/v0 cos θ0 -12 into g, അവിടെയും x/v0 cos θ0 നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. t² ആയതുകൊണ്ട് ഹോൾ സ്ക്വയർ കൊടുത്തു. ഇവിടെ നമുക്ക് നോക്കുവാണെങ്കിൽ ഇവിടെ മുകളിൽ ഒരു v0 ഉണ്ട്, താഴെ ഒരു v0 ഉണ്ട്, വെട്ടിപ്പോകും. ഇവിടെ sin θ0 ആണ്, താഴെ cos θ0 ആണ്. അപ്പൊ നമുക്ക് ഇവിടെ കിട്ടും tan θ0 into x എന്ന് കിട്ടും, -12 into g into ഇവിടെ കൊടുത്താല് മുകളിലാണ് g വരുന്നത്, g ബൈ ഇവിടെ v0² cos square θ0 into x² എന്ന് എഴുതാം. ½ into g into v0 cos θ0 whole square വരെ v0² cos θ0 cos square θ0 x² എഴുതും. അപ്പൊ ഇത് നമുക്ക് നോക്കുകയാണെങ്കിൽ ഒന്നുകൂടി മാറ്റി a = tan θ0 എന്ന് കൊടുക്കുന്നു, b ½ into g by v0² cos square θ0 എന്ന് കൊടുത്താൽ നമുക്ക് ഇക്വേഷൻ എങ്ങനെ കിട്ടും, ax ഇത്രയും ഭാഗം a ആണ്, y = ax മൈനസ് ഇത്രയും ഭാഗം നമ്മൾ കോൺസ്റ്റന്റ് ആയിട്ട് കിട്ടും, b ആയിട്ട് എടുത്തു, -b into x² എന്ന് കിട്ടും. ഇത്രയും ഭാഗം നമ്മൾ b ആയിട്ട് എടുത്തു. y = ax - bx². ഓക്കെ, അപ്പൊ നമ്മൾ പല മാത്തമാറ്റിക്കൽ ഷേപ്പിന്റെ ഇക്വേഷൻസ് പഠിച്ചിട്ടുണ്ട്. നമുക്കറിയാം x² + y² = r², സർക്കിൾ ആണ്. y = mx + c, സ്ട്രെയിറ്റ് ലൈൻ ആണ്. ഓക്കെ, അതുപോലെ നമുക്കറിയാം x² / a² + y² / b² = 1, നമുക്ക് എലിപ്സിന്റെ ഇക്വേഷൻ ആണ്. അതുപോലെ y = ax
പ്ലസ് ഓർ മൈനസ് ബി എക്സ് സ്ക്വയർ എന്ന് പറയുന്നത് പരാബോളയുടെ ഇക്വേഷൻ ആണ്. ഒരു ജോമെട്രിക്കൽ ഷേപ്പാണ്, ഒരു ഷേപ്പാണ് പരാബോള എന്നത്. പരാബോളയുടെ ഇക്വേഷൻ ആണ്. അതുകൊണ്ട് നമുക്ക് ആ ഒരു ഫോർമാറ്റിലാണ് ഇക്വേഷൻ കിട്ടിയത്. അതുകൊണ്ട് നമുക്ക് പാത്ത് ഓഫ് ദ പ്രൊജക്ടൈൽ മോഷനെ എന്തെന്ന് പറയാം? പരാബോള എന്ന് പറയാം. പരാബോള, പാത്ത് ഓഫ് ദ പ്രൊജക്ടൈൽ മോഷൻ എന്ന് പറയുന്ന, അല്ലെങ്കിൽ ട്രാജക്ടറി ഓഫ് പ്രൊജക്ടൈൽ മോഷൻ എന്ന് പറയുന്ന പരാബോളയാണ്. ഈ പേര് ഓർത്ത് വെക്കുക. ഓക്കെ, അടുത്ത നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് ടൈം ഫോർ മാക്സിമം ഹൈറ്റ് ആണ്. ഇവിടെ നമ്മൾ ചെയ്തത് എക്സ് ഇസ് ഈക്വൽ ടു വി സീറോ കോസ് തീറ്റ സീറോ ടി എന്ന ഇക്വേഷൻ എടുത്തു. അതിനകത്ത് നമ്മൾ ടി ഇസ് ഈക്വൽ ടു കണ്ടുപിടിച്ചു. അത് നമ്മൾ വൈയിൽ സബ്സ്റ്റിറ്റ്യൂട്ട്, ടിയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പൊ നമുക്ക് ഈ ഫോമിൽ ഇക്വേഷൻ കിട്ടി. ടാൻ തീറ്റ സീറോയ്ക്ക് നമ്മൾ എയും ഹാഫ് ജി ബൈ വി സീറോ സ്ക്വയർ കോസ് സ്ക്വയർ തീറ്റ സീറോയ്ക്ക് നമ്മൾ ബിയും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ വൈ ഇസ് ഈക്വൽ ടു എ എക്സ് മൈനസ് ബി എക്സ് സ്ക്വയർ എന്ന ഫോമിൽ ഇക്വേഷൻ കിട്ടി. വൈ ഇസ് ഈക്വൽ ടു എ എക്സ് പ്ലസ് ഓർ മൈനസ്, പ്ലസ് ആയാലും മൈനസ് ആയാലും പ്ലസ് ഓർ മൈനസ് ബി എക്സ് സ്ക്വയർ എന്ന് പറയുന്ന പരാബോളയുടെ ഇക്വേഷൻ ആണ്. അതുകൊണ്ട് നമ്മൾ ഈ പാത്ത് അതേ ഫോമിൽ നമുക്ക് കിട്ടിയതുകൊണ്ട് നമ്മൾ ഇതിനെ ഈ പാത്ത് ഓഫ് ദ പ്രൊജക്ടൈൽ മോഷനെ നമ്മൾ പരാബോള എന്ന് പറഞ്ഞു. ഓക്കെ, അടുത്ത ടൈം ഫോർ മാക്സിമം ഹൈറ്റ്. മാക്സിമം ഹൈറ്റിൽ, അതായത് ഇതാണ് മാക്സിമം ഹൈറ്റ് എന്ന് പറയുന്നത്. ഇവിടെ എത്തിച്ചേരാനായിട്ടുള്ള ടൈമാണ് നമ്മൾ കൺസിഡർ ചെയ്യാൻ പോകുന്നത്. ടൈം ഫോർ മാക്സിമം ഹൈറ്റ്. മാക്സിമം ഹൈറ്റ് അതിനെ നമ്മൾ എക്സ് എം സഫിക്സ് എം കൊണ്ട് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നു. സോറി, ടി എം കൊണ്ട് റെപ്രസെന്റ്, ടൈം ഫോർ മാക്സിമം ഹൈറ്റ് ടി എം കൊണ്ട് റെപ്രസെന്റ് ചെയ്യുന്നു. അപ്പൊ നമുക്കറിയാം ഏറ്റവും ടോപ്പില് വി വൈ ഇസ് ഈക്വൽ ടു 0 ആണ്. വി വൈ ഇസ് ഈക്വൽ ടു 0. അപ്പൊ നമ്മൾ വി വൈയുടെ ഇക്വേഷൻ എടുക്കുന്നു. ഇതാണ് വി വൈ, വി സീറോ സൈൻ തീറ്റ സീറോ മൈനസ് ജി ടി. ഇവിടെ വരുമ്പോൾ മാക്സിമം ഹൈറ്റിൽ എത്തുന്ന ടൈം എന്ന് പറയുന്നത് ടി എം കൊണ്ടാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്തത്. അപ്പൊ നമുക്ക് അങ്ങനെ കൊടുക്കാം. വി സീറോ സൈൻ തീറ്റ സീറോ മൈനസ് ജി ടി എം ഇസ് ഈക്വൽ ടു 0 എന്ന് കൊടുത്തു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ വി സീറോ സൈൻ തീറ്റ സീറോ ഇസ് ഈക്വൽ ടു ജി ടി എം എന്ന് കിട്ടി. Therefore, Tm is equal to V0 sin theta 0 by G എന്ന് കിട്ടി. ഓക്കെ, ടൈം ഫോർ മാക്സിമം ഹൈറ്റ് Tm is equal to. അപ്പൊ നമ്മളിവിടെ മാക്സിമം ഹൈറ്റിലെ വെലോസിറ്റിയുടെ y കമ്പോണന്റ് 0 ആണ്. വെലോസിറ്റിയുടെ y കമ്പോണന്റ് 0 കൊടുത്തു. ടിക്ക് പകരം Tm സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പൊ നമുക്ക് Tm is equal to V0 sin theta 0 by G എന്ന് കിട്ടി. ഓക്കെ, അടുത്ത നമ്മൾ ടൈം ഓഫ് ഫ്ലൈറ്റ്. ടൈം ഓഫ് ഫ്ലൈറ്റ്, അതായത് ഇവിടം വരെ എത്തുന്ന ടൈമാണ് നമ്മൾ കണ്ടുപിടിച്ചത്. ഇവിടം വരെ എത്തുന്നത്, ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് തിരിച്ച് ഇവിടം വരെ എത്തുന്ന ടൈം, അതിനാണ് നമ്മൾ ടൈം ഓഫ് ഫ്ലൈറ്റ് എന്ന് പറയുന്നത്. നമ്മൾ അതിനെ റെപ്രസെന്റ് ചെയ്യുന്നത് ടി എഫ് കൊണ്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് നോക്കില്ലറിയാം, ഇങ്ങനെ വരുമ്പോൾ ഇവിടം വരെ എത്തുമ്പോൾ വൈയുടെ വാല്യൂ 0 ആണ്. ഇവിടെ നമ്മൾ y ഈസ് ഈക്വൽ ടു 0 കൊടുക്കുന്നു. ടിക്ക് പകരം നമ്മൾ ടി എഫ് കൊടുക്കുന്നു. ഓക്കെ, അപ്പൊ നമ്മളിവിടെ കൊടുത്താല് വൈയുടെ ഇക്വേഷൻ നിങ്ങൾക്കറിയാം. വി സീറോ സൈൻ തീറ്റ സീറോ ടിക്ക് പകരം ടി എഫ് മൈനസ് ഹാഫ് ജി ടി എഫ് സ്ക്വയർ സീക്വൽ ടു 0. ടൈം ഓഫ് ഫ്ലൈറ്റ് ഇവിടെ എത്തുമ്പോൾ വൈയുടെ വാല്യൂ 0 ആകുന്നു. ഓക്കെ, അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ വി സീറോ സൈൻ തീറ്റ സീറോ ടി എഫ് ഇസ് ഈക്വൽ ടു ഹാഫ് ജി ടി എഫ് സ്ക്വയർ എന്ന് കിട്ടി. രണ്ടിലും ടി എഫ് ഉണ്ട്, അതുകൊണ്ട് ഒരു ടി എഫിനെ നമ്മൾ ക്യാൻസൽ ആക്കി കളഞ്ഞു. അടുത്ത സ്റ്റെപ്പിൽ വി സീറോ സൈൻ തീറ്റ സീറോ ഇസ് ഈക്വൽ ടു ജി ടി എഫ് ബൈ 2 എന്ന് കിട്ടും. അടുത്ത സ്റ്റെപ്പില് ടി എഫ് ഇസ് ഈക്വൽ ടു ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക 2 വി സീറോ സൈൻ തീറ്റ സീറോ ബൈ ജി എന്ന് കിട്ടി. ഓക്കെ, എന്ന് പറഞ്ഞാൽ ഈ ഇക്വേഷൻ ആയിട്ടൊന്ന് കമ്പയർ ചെയ്ത് നോക്കിയാൽ അറിയാം ഇതിന്റെ ഇരട്ടിയാണ് ഇതെന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് വേണേൽ കൊടുക്കാം ടി എഫ് ഇസ് ഈക്വൽ ടു 2 ടി എം എന്ന് എഴുതാം. ഓക്കെ, അല്ലെങ്കിൽ ഇവിടുന്ന് ഇവിടം വരെ എത്താനുള്ള സമയം അത്രയും സമയം കൂടിയാണ് ഇങ്ങോട്ടും എടുക്കുക അല്ലെ. ഇവിടുന്ന് ഇവിടം വരെ എത്താൻ 2 സെക്കൻഡ് എടുത്തെങ്കിൽ ഇവിടുന്ന് ഇവിടം വരെ എത്താൻ 4 സെക്കൻഡ്. ഓക്കെ, ഇവിടെ നമ്മൾ എടുത്തത് ടൈം ഫോർ മാക്സിമം ഹൈറ്റ് നമ്മൾ എടുത്തത് വി വൈ ഇസ് ഈക്വൽ ടു 0. ടൈം ഓഫ് ഫ്ലൈറ്റ് നമ്മൾ എടുത്തത് y ഇസ് ഈക്വൽ ടു 0. ഓക്കെ, അടുത്ത നമ്മൾ പഠിക്കാൻ പോകുന്ന മാക്സിമം ഹൈറ്റ് ഓഫ് എ പാർട്ടിക്കിൾ. മാക്സിമം ഹൈറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്ന ഈ ഹൈറ്റില് ഹൈറ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ പോവാണ്. അപ്പൊ ഇവിടെ നമ്മൾ ഈ ഹൈറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടുന്ന y കമ്പോണന്റ് ആണ് കിട്ടുന്നത്.
അതായത് ഇവിടെ വരെ എത്താനുള്ള ടൈം നമ്മൾ നേരത്തെ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. TM, ടൈം ഫോർ മാക്സിമം ഹൈറ്റ്. അത് നമ്മൾ y കമ്പോണന്റിന്റെ ഇക്വേഷനിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പം മാക്സിമം ഹൈറ്റ് HM കൊണ്ട് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നു. ഇവിടെ y-യുടെ ഇക്വേഷൻ y is equal to v0 sin θ0 t minus half g t square. അവിടെ നമ്മൾ ടിക്ക് പകരം നമ്മൾ TM സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പൊ നമുക്ക് കിട്ടും v0 sin θ0 TM minus half g TM square. ഇനി TM നമ്മൾ നേരത്തെ കണ്ടുവച്ചിട്ടുണ്ട്. v0 sin θ0 by g. TM is equal to v0 sin θ0 by g. അത് നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. y is equal to or HM is equal to v0 sin θ0 v0 sin θ0 by g. TM ന് പകരം minus half into g v0 sin θ0 by g whole square. ഓക്കെ, അടുത്ത സ്റ്റെപ്പില് ഇവിടെ നമുക്ക് v0 into v0 സ്ക്വയർ കിട്ടും. sin θ0 into sin θ0 sin സ്ക്വയർ θ0 by g എന്ന് കിട്ടും. മൈനസ് ഹാഫ് ഇൻറ്റു ഇവിടെ ഒരു g ഉണ്ട്, ഇവിടെ g സ്ക്വയർ ഉണ്ട്. അപ്പൊ ഈ g ക്യാൻസൽ ആയി പോകും. ഇവിടെ v0 സ്ക്വയർ sin സ്ക്വയർ θ0 by അടിയിലൊരു g ഉണ്ട്. ഓക്കെ, നോക്കുകയാണെങ്കിൽ ഇവിടെ v0 സ്ക്വയർ sin സ്ക്വയർ θ0 by g രണ്ടിലും കോമൺ ആണ്. അപ്പൊ നമുക്കത് വെളിയിലോട്ട് എടുക്കാം. HM is equal to v0 സ്ക്വയർ sin സ്ക്വയർ θ0 by g. കോമൺ ആയിട്ട് എടുത്താൽ ഇവിടെ പിന്നെ 1, ഇവിടെ പിന്നെ ഉള്ളത് ഹാഫ്, മൈനസ് ഹാഫ്. 1 മൈനസ് ഹാഫ് ഹാഫ് ആണ്. അപ്പൊ നമുക്ക് കിട്ടും HM is equal to v0 സ്ക്വയർ sin സ്ക്വയർ θ0 by 2g അല്ലെങ്കിൽ ഹാഫ് ഇൻറ്റു v0 സ്ക്വയർ sin സ്ക്വയർ θ0 by g. ഇവിടെ നമ്മൾ എടുക്കുന്ന മാക്സിമം ഹൈറ്റിൽ നമ്മൾ എടുക്കുന്നത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് y-യുടെ ഇക്വേഷൻ എടുക്കുന്നു, അതുപോലെ തന്നെ TM-ന്റെ ഇക്വേഷൻ നമ്മൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. കാരണം ടൈം മാക്സിമം ഹൈറ്റിൽ എത്തുന്ന ടൈമാണ് TM നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തത്. അപ്പൊ y-യുടെ ഇക്വേഷനകത്ത് നമ്മൾ TM-ന്റെ ഇക്വേഷൻ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് HM is equal to v0 സ്ക്വയർ sin സ്ക്വയർ θ0 by 2g. ഈ ഒരു സ്റ്റെപ്പിൽ നോക്കാം. ഇവിടെ ഉള്ളത് ഇതിനകത്ത് ഇത്ര എടുത്തു കഴിഞ്ഞാൽ പിന്നെ 1 ആണ്, 1 ഇൻറ്റു വരും. ഇവിടെ 1 ഇൻറ്റു വാല്യൂ ആണ്. ഇത് എടുത്തു കഴിഞ്ഞാൽ ഹാഫ്, 1 മൈനസ് ഹാഫ് ഹാഫ് ആണ്. ആ ഹാഫ് ആണ് ഇവിടെ അടിയിൽ വരുന്നത്. ഓക്കെ, അപ്പൊ മാക്സിമം ഹൈറ്റിന്റെ ഇക്വേഷൻ HM is equal to v0 സ്ക്വയർ sin സ്ക്വയർ θ0 by 2g. ഓക്കെ, അടുത്ത ഹൊറിസോണ്ടൽ റേഞ്ച് ആണ്. ഹൊറിസോണ്ടൽ റേഞ്ച് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇവിടെ നിന്ന് ഇവിടെ വരെ ഹൊറിസോണ്ടൽ ഈ ഒരു ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എക്സിന്റെ വാല്യൂ ആണ് നമ്മളിവിടെ കണ്ടുപിടിക്കുന്നത്. ഹൊറിസോണ്ടൽ റേഞ്ച് അപ്പൊ നമുക്ക് എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കണം. R കൊണ്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. R is equal to x v0 cos θ0 into t. T എന്ന് പറയുന്നത് ഇവിടെ ടൈം ഓഫ് ഫ്ലൈറ്റ് ആണ്. ഇത്രയും ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യാൻ വേണ്ടി ടൈം എന്ന് പറയുന്നത് ടൈം ഓഫ് ഫ്ലൈറ്റ് ആണ്. ഇവിടെ നമ്മൾ TF-ന്റെ വാല്യൂ കൊടുക്കുന്നു, TF. അപ്പൊ അടുത്ത സ്റ്റെപ്പില് v0 cos θ0 TF നമുക്കറിയാം 2 sin θ0 into v0 by g ആണ്. 2 v0 sin θ0 by g ആണ് TF എന്ന് പറയുന്നത്. അടുത്ത സ്റ്റെപ്പിൽ v0 into v0 സ്ക്വയർ 2 cos θ0 sin θ0 by g. 2 sin a cos b 2 sin a cos a എന്ന് പറയുന്നത് sin 2a ആണ്. അത് നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പൊ നമുക്കിവിടെ കിട്ടും v0 സ്ക്വയർ sin 2 θ0 by g എന്ന് കിട്ടും. R is equal to. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ റേഞ്ച് മീൻസ് ഇവിടെ നിന്ന് ഇവിടെ വരെയുള്ള ഈ ഡിസ്റ്റൻസ് ആണ് റേഞ്ച് കൊണ്ട് എടുക്കുന്നത്. അപ്പൊ അതിന് വേണ്ടിയ ടൈം എന്ന് പറയുന്നത് ടൈം ഓഫ് ഫ്ലൈറ്റ് ആണ്. TF-ന്റെ വാല്യൂ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. പിന്നെ ഇവിടെ ഒരു മാറ്റമായത് എക്സ്ട്രാഗ്രാമെട്രിക് റിലേഷൻ
ടു സൈൻ എ കോസ് എ ഇസ് ഈക്വൽ ടു സൈൻ 2a. അതിവിടെ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് r ഇസ് ഈക്വൽ ടു v0 സ്ക്വയർ സൈൻ 2θ0 ബൈ g എന്ന് കിട്ടും. ഓക്കെ, ഈ മാക്സിമം റേഞ്ച് r മാക്സ് ഇസ് ഈക്വൽ ടു സൈൻ 2θ0 ഇസ് ഈക്വൽ ടു 1 വരണം. 1 വരുമ്പോഴാണ് നമുക്ക് മാക്സിമം വാല്യൂ കിട്ടുന്നത്. എന്ന് പറഞ്ഞാൽ v0 സ്ക്വയർ ബൈ g കിട്ടും, മാക്സിമം വാല്യൂ. ഇനി സൈൻ 2θ0 ഇസ് ഈക്വൽ ടു 1 ആകണമെങ്കിൽ 2θ0 സൈന്റെ 90ക്കാണ് 1 വരുന്നത്. അപ്പൊ 2θ0 ഇസ് ഈക്വൽ ടു 90 വരുന്നു. അങ്ങനെയാണെങ്കിൽ θ0 ഇസ് ഈക്വൽ ടു 45 വരുന്നു. അപ്പൊ മാക്സിമം റേഞ്ച് നമ്മൾ പോണെങ്കിൽ θ0, അതായത് നമ്മൾ എറിയേണ്ട ആംഗിൾ എന്ന് പറയുന്നത് 45 ഡിഗ്രിയാണ്. ഇപ്പൊ ജാവലിൻ ത്രോയിലൊക്കെ നമ്മൾ എറിയുന്ന മാക്സിമം ഡിസ്റ്റൻസ് പോകാൻ വേണ്ടി നമ്മൾ എറിയുന്ന ആംഗിൾ, പ്രൊജക്ട് ചെയ്യുന്ന പ്രൊജക്ടൈൽ ആംഗിൾ എന്ന് പറയുന്നത് 45 ആണ്. ഇപ്പോൾ ഓർക്കുക, ടൈം ഹൊറിസോണ്ടൽ റേഞ്ചിൽ വരുമ്പോൾ നമ്മൾ ടൈം ഓഫ് ഫ്ലൈറ്റ് ആണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അതുപോലെ മാക്സിമം റേഞ്ച് v0 സ്ക്വയർ ബൈ g. പ്രൊജക്ടൈൽ മോഷനിലെ ഇക്വേഷൻസ് എല്ലാം വളരെ ഇമ്പോർട്ടന്റ് ആണ്. പാത്ത് ഓഫ് ദ പ്രൊജക്ടൈൽ നമ്മൾ പരാബോളയാണ്. അതുപോലെ ടൈം ഫോർ മാക്സിമം ഹൈറ്റ്, ടൈം ഓഫ് ഫ്ലൈറ്റ്, മാക്സിമം ഹൈറ്റ്, ഹൊറിസോണ്ടൽ റേഞ്ച്, മാക്സിമം ഹൊറിസോണ്ടൽ റേഞ്ച്, ഇതിന്റെയൊക്കെ ഡെറിവേഷൻസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ.